63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. 2.5 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ തൃശൂർ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി. ഒരു പോയിന്റിന് പാലക്കാടിനെ മറികടന്നാണ് തൃശൂർ ചാമ്പ്യന്മാരായത്. മന്ത്രി വി ശിവൻകുട്ടിയാണ് ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പ് കൈമാറിയത്. സമാപന സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവേശമായി ആസിഫ് അലിയും ടൊവിനോ തോമസും അതിഥികളായെത്തി. അവസാന മത്സരം വരെ നീണ്ട പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് തൃശ്ശൂരിൻ്റെ കിരീട നേട്ടം. ഒരൊറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് തൃശ്ശൂർ പാലക്കാടിനെ മറികടന്നത്. 1008 പോയിന്റ് നേടിയാണ് തൃശ്ശൂരിൻ്റെ സുവർണ നേട്ടം. കേവലം 1 പോയിന്റ് വ്യത്യാസത്തിലാണ് പാലക്കാടിന് 1ാം സ്ഥാനം നഷ്ടമായത്. 1007 പോയിന്റാണ് പാലക്കാടിന് ലഭിച്ചത്. 1003 പോയിന്റ് നേടിയ കണ്ണൂരാണ് 3ാം സ്ഥാനത്ത്. 25 വർഷത്തിന് ശേഷമാണ് കലയുടെ പൊൻകിരീടം തൃശ്ശൂരിലേക്ക് എത്തുന്നത്. 1999 അവസാനമായി ജില്ല കിരീടം ചൂടിയത്. ഇത് 6ാം തവണയാണ് തൃശ്ശൂർ വിജയികളാകുന്നത്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ കണ്ണൂരും പാലക്കാടും തമ്മിലായിരുന്നു അവസാനം വരെ പൊരിഞ്ഞ പോര്. ക്ലൈമാക്സിൽ കോഴിക്കോട് കയറി വരുമോ എന്ന ആകാംക്ഷയ്ക്കിടെയാണ് 1008 പോയിന്റുമായി തൃശ്ശൂർ മിന്നിച്ചത്. 171 പോയിന്റുമായി ആലത്തൂർ ഗുരുകുലം HSS ചാമ്പ്യൻ സ്കൂളായി. 114 പോയിന്റ് നേടിയ വഴുതക്കാട് കാർമൽ സ്കൂളിന് 2ാം സ്ഥാനം നേടാനായി. വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള സംഘാടകരെ അഭിനന്ദിച്ച് സമാപന സമ്മേളനത്തിലെ ഉദ്ഘാടകനായ പ്രതിപക്ഷ നേതാവ് ശ്രദ്ധ നേടി. കാര്യമായ പരാതികളോ പ്രതിഷേധങ്ങളോ ഇല്ലാതെ സമയക്രമം പാലിച്ച മത്സരങ്ങളോടെയാണ് തിരുവനന്തപുരം മേളയ്ക്ക് തിരശ്ശീല വീണത്. എന്തൊരു വൈബാണ് ഈ പരിപാടിക്കെന്ന് ആണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ പറയാവുന്ന ഒന്നാണ് കലോത്സവമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഓരോ മത്സരാർത്ഥിയും നാടിന്റെ സമ്പത്താണെന്നും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിന്നെന്നും അദ്ദേഹം പറഞ്ഞു. താൻ കസാര പിടിച്ചിടാൻ പോലും കലോത്സവ വേദിയിൽ എത്തിയിട്ടില്ല എന്നായിരുന്നു ആസിഫ് അലി പറഞ്ഞത്. എല്ലാം സിനിമ തന്ന ഭാഗ്യമാണെന്നും കലയെ ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടണമെന്നും നടൻ പറഞ്ഞു. സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷമാണെന്നും കല മനുഷ്യനെ അടുപ്പിക്കുമെന്നുമാണ് ടൊവിനോ തോമസിന്റെ പ്രതികരണം. ജീവിതത്തിലുടനീളം കലയെ കൈവിടാതിരിക്കാൻ മത്സരാർത്ഥികൾക്ക് കഴിയട്ടെയെന്നും ടൊവിനോ പറഞ്ഞു. എ ഗ്രേഡ് ലഭിക്കുന്നവർക്ക് നൽകുന്ന 1000 രൂപയുടെ കലോത്സവ സ്കോളർഷിപ്പ് 1500 രൂപയായി ഉയർത്തുന്ന കാര്യം ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. മന്ത്രി GR അനിൽ അധ്യക്ഷനായ ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ മുഖ്യപ്രഭാഷണം നടത്തി. മന്ത്രിമാരായ KN ബാലഗോപാൽ, K കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, PA മുഹമ്മദ് റിയാസ്, P പ്രസാദ്, OR കേളു, ഡോക്ടർ R ബിന്ദു എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെയും എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെയും മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. M5 ന്യൂസ്, തിരുവനന്തപുരം.